ഹായ് ഗൈസ്, വെൽക്കം ടു ഡഗൌട്ട് ഡയലോഗ്സ്. രണ്ട് മാച്ചസ് ആണ് ഇന്ന് നടന്നത്. ആദ്യത്തെ മത്സരം സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്. അത് കൺവിൻസിംഗ് ആയിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് വിജയിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സിനെ മറികടക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. ആദ്യത്തെ മത്സരം ഒരു ഹൈ സ്കോറിംഗ് മാച്ച് ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ മത്സരം ഒരു ലോ സ്കോറിംഗ് ത്രില്ലർ ആയിരുന്നു. അതിൽ CSK മുംബൈ ഇന്ത്യൻസിനെ അവസാനത്തെ ഓവറിൽ തോൽപ്പിച്ചിരിക്കുകയാണ്. ഈ രണ്ട് മാച്ചസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ അനാലിസിസ് നടത്തുന്നത്. ആദ്യം നമ്മൾ CSK വേഴ്സസ് മുംബൈ മാച്ചിലേക്ക് കടക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ CSK ടോസ് വിൻ ചെയ്തതിനു ശേഷം ബോളിംഗ് തെരഞ്ഞെടുത്തു. IPL കാണുന്ന ഏതൊരാൾക്കും അറിയുന്ന ഒരു കാര്യമാണ് ചെപ്പോക്ക് സ്ലോ പിച്ചാണ്, സ്പിന്നേഴ്സിനെ അനുകൂലിക്കുന്ന ഒരു പിച്ചാണെന്നുള്ളത്. 3 സ്പിന്നേഴ്സ് ചെന്നൈ കളിപ്പിക്കുന്നുള്ളത് ഉറപ്പാണ്. 100, ജഡേജ, അശ്വിൻ. ഈ 3 പേരും നല്ല രീതിയിൽ അവരുടെ സ്പെല്ല് ചെയ്തിട്ടുണ്ട്. 100 അഹമ്മദ് ഒരു 4 വിക്കറ്റ് പ്രകടനം നടത്തി നല്ലൊരു എൻട്രിയാണ് ചെന്നൈ ടീമിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഓൺ ദി അതർ ഹാൻഡ് എന്നെ സർപ്രൈസ് ചെയ്ത എലമെന്റ് എന്ന് പറയുന്നത് ഖലീൽ അഹമ്മദിന്റെ പെർഫോമൻസ് ആണ്. ഒരു സ്ലോ പിച്ചിൽ നമുക്കിത് നോക്കുകയാണെങ്കിൽ പേസേഴ്സിന് ആർക്കും കാര്യമായിട്ട് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല CSK വേഴ്സസ് മുംബൈ മാച്ചിൽ. പക്ഷേ ഖലീൽ അഹമ്മദ് നല്ല രീതിയിൽ ഒരു മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ് ആണ് നടത്തിയത്. പുള്ളി എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് CSKയിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. കമ്മിങ് ടു ബാറ്റിംഗ്, കാര്യമായിട്ട് ബാറ്റേഴ്സിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരു പിച്ചായിരുന്നു. ബട്ട് സ്റ്റിൽ ടുവേർഡ്സ് ദി എൻഡ് നോക്കുകയാണെങ്കിൽ മുംബൈയുടെ ഇന്നിങ്സ് ഒരു 110-120 റൺസിന് ഓൾ ഔട്ട് ആവുന്ന ഒരു പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ദീപക് ചഹാറിന്റെ ആ ഒരു ക്യാമിയോ ഇന്നിങ്സ് അവരെ 155 റൺസിലേക്ക് എത്തിച്ചു. പിന്നീട് CSK ബാറ്റ് ചെയ്തപ്പോൾ ആദ്യം നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഋതുരാജ് ഗൈക്വാദും അല്ലെങ്കിൽ രചിൻ ഓർ കോൺവേ വരും എന്നാണ്. ഇപ്പൊ ടോസ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കോൺവേ ടീമിലില്ല, ഇമ്പാക്ട് ആയിട്ട് വരാൻ സാധ്യതയില്ല, കാരണം 4 ഫോറിനേഴ്സ് ഓൾറെഡി വന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ രചിൻ രവീന്ദ്രയും ഋതുരാജ് ഗൈക്വാദും ആയിരിക്കും ഓപ്പണിംഗ് എന്നുള്ളത് നമ്മൾ വിചാരിച്ച കാര്യമാണ്. പക്ഷെ സർപ്രൈസിംഗ് ആയിട്ട് രാഹുൽ ത്രിപാഠി ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഓപ്പണിംഗ് കളിക്കുകയും ഫ്ലോപ്പ് ആവുകയും ചെയ്തു. രചിൻ ആണെങ്കിൽ ത്രൂ ഔട്ട് കളിച്ചു, ബാറ്റ് ക്യാരി ചെയ്തു, അവസാനം ഫിനിഷ് ചെയ്തതും രചിനാണ്. ഋതുരാജ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കളിച്ചു. ഈ പിച്ചിൽ കാര്യമായിട്ട് ഭൂതങ്ങളൊന്നും ഇല്ലാന്ന് തെളിയിച്ച ഒരു പ്ലെയറാണ് ഋതുരാജ് ഗൈക്വാദ്. 22 പന്തിൽ 50 അടിച്ചു. ഋതുരാജിന്റെ ഫാസ്റ്റസ്റ്റ് IPL 50 ആണ് ഈ മാച്ചിൽ നമ്മൾ കണ്ടത്. അതിനുശേഷം ജഡേജ വിക്കറ്റ് വീഴാതെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിച്ചു. അവസാനത്തെ ആ ഒരു റൺഔട്ട് പുള്ളിക്ക് എപ്പോഴും ഉള്ള ഒരു ടെൻഡൻസിയാണ്. ജഡേജയ്ക്കും വിരാട് കോഹ്ലിക്കും 2 പേർക്കുള്ള ഒരു ടെൻഡൻസിയാണ് ഒന്ന് സിംഗിൾ എടുക്കാം, ഒരു ഹാഫ് ചാൻസസിൽ പോലും ഒരു സിംഗിൾ എടുക്കുക എന്നുള്ളത്. അങ്ങനെ റൺഔട്ട് ആയി. ഇല്ലാന്നുണ്ടെങ്കിൽ ജഡേജ തന്നെ മാച്ച് ഫിനിഷ് ചെയ്തേനെ. ദീപക് ഹൂഡയ്ക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പുള്ളി ഇന്നൊരു മോശം പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. ഇന്നത്തെ മാച്ചിന്റെ ഷോക്കിംഗ് എലമെന്റ് എന്ന് പറയുന്നത് മലയാളിയായ വിഘ്നേഷ് പുത്തൂരാണ്. നമുക്ക് എല്ലാവർക്കും അഭിമാനം തോന്നുന്നൊരു നിമിഷം കൂടിയാണിത്. കുഞ്ഞു പയ്യനാണ്, അവരുടെ ബോളൊക്കെ എത്തുന്നില്ല, ബാറ്ററിലേക്ക് എത്തുന്നില്ല. ടുവേർഡ്സ് ദി എൻഡ് രചിൻ രവീന്ദ്ര ഇറങ്ങി വന്ന് പുള്ളിയെ സ്ലോ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത്. ബാറ്റിലേക്ക് എത്തുന്നില്ല, അതേസമയം സ്ലോ ആണ്, നല്ല രീതിയിൽ ടേണും ചെയ്യുന്നുണ്ട്. അവർക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് വിഘ്നേഷ് പുത്തൂരിന്റെ. ഓവറോൾ അനാലിസിസ്, എന്റെ ഒരു ഒപ്പീനിയൻ ഇതൊക്കെയാണ് നമ്മൾ ഈ മാച്ചിനെ കുറിച്ച് സംസാരിക്കേണ്ടത്. സ്റ്റാർട്ടിംഗ് വിത്ത് ഷിഹാബ്. ഈ മാച്ചിന്റെ ഒരു ഓവറോൾ അനാലിസിസ് ആണ് ഞാൻ ഷിഹാബിന്റെ അടുത്ത് ചോദിക്കുന്നത്. അതിൽ എസ്പെഷ്യലി ഖലീലിന്റെ പെർഫോമൻസും നൂറിന്റെ പെർഫോമൻസും മലയാളിയായിട്ടുള്ള വിഘ്നേഷ് പുത്തൂരിന്റെ പെർഫോമൻസും. ബോളിങ്ങിനെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. ബാറ്റിംഗിലേക്ക് ഞാൻ പിന്നീട് സഞ്ജയിലേക്ക് പോവാം. ഞാൻ ചെന്നൈയുടെ ബോളിംഗ് സ്റ്റാർട്ട് ചെയ്യാം, വിഘ്നേഷിലോട്ട് പിന്നെ വരാം. ചെന്നൈയുടെ ബോളിംഗിൽ ഖലീൽ അഹമ്മദ് നല്ലൊരു വെയ്യായിരുന്നുള്ളത് തുടക്കം മുതലേ നമ്മൾ ഓപ്ഷൻ കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട്. കാരണം അയാൾ പവർ പ്ലേയിൽ കഴിഞ്ഞ 2 സീസണുകളായിട്ട് ഡൽഹിയിൽ കളിച്ചിട്ട് നല്ല പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട് പവർ പ്ലേയിൽ. പക്ഷെ പവർ പ്ലേ കഴിഞ്ഞ അയാൾ ഒരു ബാധ്യതയാണ്. പക്ഷെ ആ പവർ പ്ലേയിലെ 3 ഓവറുകൾ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ടീമിനെ സംബന്ധിച്ചിട്ട്. അത് ഈ മത്സരത്തിലും ചെന്നൈക്ക് ഉപകാരമായി. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫീൽഡ് കറക്റ്റ് സെറ്റ് ചെയ്തിട്ടാണ് രോഹിത്തിനെ ആൾ വീഴ്ത്തുന്നത്. റായൻ റിക്കൽട്ടൺ ഇട്ട് കൊടുക്കുന്ന ബോളും പെർഫെക്റ്റ് ആയിട്ട് ബോളാണ്. വിക്കറ്റിലുള്ള ബോൾ അല്ലെങ്കിൽ പോലും ബാറ്റിൽ ടച്ച് ചെയ്തിട്ടാണ് വിക്കറ്റിൽ പോകുന്നത്. അപ്പൊ ഈ 2 വിക്കറ്റുകൾ നല്ല രീതിയിൽ ഇമ്പോർട്ടന്റ് ആയി. കാരണം റിക്കൽട്ടൺ നല്ല രീതിയിൽ ടച്ച് ചെയ്ത് ബൗണ്ടറികൾ കണ്ടെത്തി വരുന്നു. കറക്റ്റ് മിഡിൽ ചെയ്തിട്ടാണ് ബൗണ്ടറികൾ അയാൾ കണ്ടെത്തിയത്. ആളുടെ വിക്കറ്റ് 2 വിക്കറ്റുകളും പവർ പ്ലേ തന്നെ കിട്ടിയത് ചെന്നൈക്ക് ഉപകാരമായി. പിന്നീട് അങ്ങോട്ട് ചെന്നൈയുടെ ബോളിംഗ് കുറച്ച് കഷ്ടപ്പെട്ടു. സ്പിന്ന് 100 ഒഴിച്ച് ബാക്കിയുള്ളവർ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ അടിയൊന്നും മേടിക്കുന്നില്ലെങ്കിൽ പോലും 100 നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് തിരക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. തിലകധികം പോവാത്തത് ചെന്നൈക്ക് ഉപകാരമായിട്ട് മാറി. മുംബൈയുടെ ബോളിങ്ങിലോട്ട് വരുമ്പോൾ ബുംറയുടെ അഭാവം അവരെ ബാധിച്ചിട്ടുണ്ട്. കാരണം പേസിന് ആർക്കും ഒരു ഉപകാരം ഈ പിച്ചിലൊന്നും ചെയ്യാനില്ലെങ്കിൽ പോലും ഒരു ഉപകാരം വരുന്ന രീതിയിൽ ചെഹാർ ആയാലും ബോൾട്ട് ആയാലും അങ്ങനെ അവർക്ക് ഒരു നല്ല തുടക്കം നൽകാൻ പറ്റിയില്ല. ചെഹാർ ഒരു വിക്കറ്റ് എടുത്തെങ്കിൽ പോലും നല്ല രീതിയിൽ. പിന്നീടാണ് വിഘ്നേഷ് വരുന്നത്. ഇതിപ്പോ ദേവ് പറഞ്ഞ പോലെ സ്ലോ ആയിട്ടാണ് ബാറ്റിലോട്ട് വന്നെത്തുന്നത്. 3 വിക്കറ്റുകളാണ് വിഘ്നേഷിന് കിട്ടിയത്. 3ഉം 6 അടിക്കാൻ നോക്കിയിട്ട് വലിച്ചെറിഞ്ഞ വിക്കറ്റുകളാണ്. എനിക്ക് തോന്നുന്നു ഋതുരാജിന്റെ കറക്റ്റ് 6 ആണ് കരുതിയത്. കറക്റ്റ് നല്ല ഷോട്ട് ആയിരുന്നു. പക്ഷെ ജസ്റ്റിനാണ് മിസ്സായത്. വിഘ്നേഷിന്റെ ബോളിംഗ് ചെന്നൈയിൽ അയാളുടെ ചെന്നൈ പിച്ചിന്റെ ഉപകാരം ആയിരിക്കാം, അല്ലെങ്കിൽ വിഘ്നേഷ് നല്ല രീതിയിൽ അവർക്ക് അസെറ്റ് ആയിട്ട് മാറും. അങ്ങനെ ഒരു പെർഫോമൻസ് വന്നത് ചെന്നൈ പിച്ചിൽ ആയതുകൊണ്ടല്ല, അയാൾ ഇനിയും പെർഫോമൻസ് ചെയ്യുന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മുംബൈക്ക് നല്ല ഹെൽപ്പായിട്ട് മാറും. കാരണം മുംബൈ കഴിഞ്ഞ 4-5 സീസണായിട്ട് മിസ് ചെയ്തത് നല്ലൊരു സ്പിന്നറെ അൺഅവൈലബിലിറ്റിയാണ്. പിയൂഷ് ടോളി വെച്ചിട്ടൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത് അവർക്ക് ഈ ഒരു പ്ലെയറെ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റി കഴിഞ്ഞാൽ മുംബൈക്ക് അത് ഹെൽപ്പ് ആവും. അല്ല അത് ചെന്നൈയിലെ സ്ലോ പിച്ചുകൊണ്ട് മാത്രം കിട്ടിയതാണെങ്കിൽ മുംബൈക്ക് അതൊരു സ്ട്രഗിൾ ഓപ്ഷൻ ആയിട്ട് മാറും. കാരണം അവരെ ബാധിക്കും നല്ല രീതിയിൽ. സ്പിന്നർ ഇല്ലെങ്കിൽ, സാൻഡർ ഉണ്ട്, ബാക്കി ഒരു സ്പിന്നറോട് അല്ലെങ്കിൽ അതവരെ ബാധിക്കും. ബാക്കി ബോളിംഗിൽ അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് നൂർ അഹമ്മദ് ആണ്. CSK നൂർ അഹമ്മദിലോട്ട് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടിയിട്ട് CSK ഫ്ലമിംഗ് കാണിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്.
10 CR എന്നുള്ളത്. അതായത് RTM നിലനിർത്തുന്ന GT ചോദിച്ചപ്പോൾ GT എമൗണ്ടിൽ ഞങ്ങളില്ല എന്നുള്ളത് പറഞ്ഞ് ചെന്നൈക്ക് വിട്ടുകൊടുക്കുകയാണ്. 10 CR എടുത്തിട്ടുണ്ടെങ്കിൽ ചെന്നൈക്ക് ആൾ ആവശ്യമുണ്ട്. ആളെ കൊണ്ട് മുതലാവുന്നുള്ള 20 വയസ്സുള്ളൂ. CSKക്ക് ഒരു 5-6 വർഷത്തേക്ക് റീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. ലെഫ്റ്റ് ആം സ്പിന്നർ ആണ്. അങ്ങനെ ഒരു ബോളറുടെ അവൈലബിലിറ്റി ഒരു ടീമിനെ സംബന്ധിച്ചിട്ട് നല്ല ഉപകാരമായിട്ട് മാറും. പിന്നെ ചെപ്പോക്കിൽ 7 കളികൾ ഏൽക്കുന്ന CSK എന്ന ടീമിനെ സംബന്ധിച്ചിട്ട് നല്ല ഹെൽപ്പായിട്ട് മാറുന്ന കാര്യമാണ് ഇങ്ങനെ ഒരു സ്പിന്നർ, വിക്കറ്റ് ടേക്കിംഗ് പ്ലസ് റിസ്റ്റ് ആം സ്പിന്നർ. ജഡേജ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെഫ്റ്റ് ആം സ്പിന്നർ പോലല്ല. ജഡേജയ്ക്ക് വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി കുറവാണ്. ആൾക്ക് ബോൾ പെട്ടെന്ന് എറിയാൻ അല്ലെങ്കിൽ സ്കോറിംഗ് നിയന്ത്രിക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. കുൽദീപ് യാദവ് കൈൻഡ് ഓഫ് ബോളിംഗ് ആണല്ലേ? അതെ. അപ്പോ നൂർ അഹമ്മദ് ഇന്നെടുത്ത വിക്കറ്റുകൾ ആവശ്യം ഏത് വിക്കറ്റുകളാണോ, ചെന്നൈക്ക് CSK എന്ന ടീമിന് ഏത് സമയത്ത് ആവശ്യപ്പെട്ട വിക്കറ്റുകളാണോ അതൊക്കെ അയാൾ എടുത്തിട്ടുണ്ട്. തിലക് നല്ല കോൺഫിഡന്റ് ബാറ്റിംഗ് ആയിരുന്നു. ആള് ചെന്നൈ ടീമിന് ഉപദ്രവമായിട്ട് മാറുന്നുള്ള സിറ്റുവേഷനിൽ അയാളുടെ വിക്കറ്റ് എടുക്കുന്നത്. സൂര്യ ഇന്ന് നല്ല രീതിയിൽ അൺകംഫർട്ടബിൾ ആയിരുന്നു. അയാൾ നല്ല ബുദ്ധിമുട്ടിയിരുന്നു ബാറ്റ് ചെയ്യാൻ. ആ വിക്കറ്റ് നല്ലൊരു വിക്കറ്റ് തന്നെയാണ് ചെന്നൈ ടീമിനെ സംബന്ധിച്ചിട്ട്. പക്ഷെ ആളുടെ വിക്കറ്റ് നമുക്ക് ആ സ്ട്രഗിൾ സിറ്റുവേഷന് മാറ്റിയേക്കാം. പക്ഷെ തിലകിന്റെ വിക്കറ്റ് എടുത്ത് ചെന്നൈ ടീമിനെ സംബന്ധിച്ചിട്ട് നല്ലൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് ദീപക് ചഹാറും സാൻഡറും റൺസ് അടിച്ചു കൂട്ടിയതാണ് ഈ ഒരു സ്കോറിലോട്ട് എത്തിച്ചത്. ചിലപ്പോൾ 17 എന്നൊരു ബോളർ ഉണ്ടായിരുന്നെങ്കിൽ ചെന്നൈ ടീമിന് അവരുടെ 110-120 ഈ റേഞ്ചിൽ ചിലപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റിയത്. നെതാൻ എലിയസ് പ്രോമിസിംഗ് ആണ്. ആള് പവർ പ്ലേ വന്ന് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ എറിഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ആള് ഡെത്ത് ഓവറിൽ ഈവൻ ചഹാറിനെതിരെ പോലും അത്ര ഒരു നല്ല രീതിയിലല്ലായിരുന്നു. ചഹാർ ആസ് എ ബാറ്റർ, എക്സ്പീരിയൻസ്ഡ് ബാറ്ററാണ്, നല്ലൊരു ബാറ്റർ കൂടെയാണ്. പക്ഷെ സ്റ്റിൽ ചഹാറിനെ പോലുള്ള ഒരു ആവറേജ് ബാറ്റർക്കെതിരെ നല്ല ബോളിംഗ് ആയിട്ട് തോന്നിയില്ല. പിന്നീട് സാം കറൻ എന്നുള്ള ബോളർ ചെന്നൈ സംബന്ധിച്ചിട്ട് ബോളറല്ല, ആൾ ഓൾറൗണ്ടറാണ്. പക്ഷെ ആ ബോളർ എന്നുള്ള ലെവല് ചെന്നൈ ടീമിനെ സംബന്ധിച്ചിട്ട് ബാധിതയാവാൻ ചാൻസ് ഉണ്ട്. ആസ് എ ബോളർ അയാളെ കൊണ്ട് വലിയ ഉപകാരം ചെന്നൈ ടീമിന് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ആസ് എ ബാറ്റർ ആണ് ഇപ്പോൾ അയാളെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ ചെന്നൈ ടീമിന് വരുന്നത്. കാരണം ചെന്നൈ ടീമിന്റെ മിഡിൽ ഓർഡർ ഇന്ന് കണ്ടതാണ് എന്താണ് അവസ്ഥ എന്നുള്ളത്. എനിക്കൊന്ന് ഋതുരാജ് ഗൈക്വാദ് പുറത്തായതിനു ശേഷം ഒറ്റ പ്ലെയറും, ജഡേജയ്ക്ക് മുന്നിൽ ഒറ്റ പ്ലെയറും ഡബിൾ ഡിജിറ്റ് വന്നിട്ടില്ല. 4-5 പ്ലേയേഴ്സ് ഇറങ്ങി 4 പ്ലേയേഴ്സും സിംഗിൾ ഡിജിറ്റിൽ ഔട്ടായി. പിന്നെ ജഡേജയെ ഒന്ന് കൺട്രോൾ ആക്കുന്നത്. ഈ സാംകാറിന് പകരം നല്ലൊരു ഇന്ത്യൻ ബാറ്റർ വന്നിരുന്നെങ്കിൽ നല്ല കിഡ്ലൻ ബോളിംഗ് ലൈനപ്പായനെ CSK 3 ഫോറിൻ പ്ലേയേഴ്സും പിന്നെ അശ്വിനും ജഡേജയും നല്ല രീതിയിലുള്ള ബോളിംഗ് ലൈനപ്പ് CSKക്ക് വരികയും ആ ടീം കിഡ്ലൻ ടീമായിട്ട് മാറുകയും ചെയ്യുന്നു. ടോപ്പ് 2, ടോപ്പ് 3 ഒക്കെ സിമ്പിൾ ആയിട്ട് ഉറപ്പിക്കാം. പിന്നെ ശിവൻ ദൂബയുടെ വിക്കറ്റ് പോന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വിഘ്നേഷ് പുത്തൂർ എക്സ്പോസ്ഡ് ആയതെന്നാണ് എനിക്ക് പേഴ്സണൽ ഫീല്. ശിവൻ ദൂബയുടെ വിക്കറ്റ് വന്നില്ലെങ്കിൽ അയാൾ നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആയതെന്നൊരു പേഴ്സണൽ ഫീൽ ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കും ആ ഒരു ഫീല് തോന്നിയിരുന്നു. കാരണം 3 പേരും ഔട്ട് ആയിരിക്കുന്നത് ബൗണ്ടറി ലൈനിലാണ് അവരെ ക്യാച്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു എക്സ്പേർട്ട് അല്ല, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, ചില ബോളേഴ്സിന്റെ ബോൾ നമുക്ക് എത്തില്ല. നമ്മൾ പൊതുവെ പറയാറുണ്ട്, കുറച്ച് കയറ്റി ബോൾ ചെയ്യുന്നു പറയാറുണ്ട്, കുറച്ച് കയറ്റി പിച്ച് ചെയ്യുന്നു പറയാറുണ്ട്. അതായത് ബാറ്റിലേക്ക് എത്തുന്നില്ല, ടൈമിംഗ് തെറ്റി നമ്മൾ വീശുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പവർ ഹിറ്റ് ചെയ്താൽ പോലും ബോള് അത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യില്ല. നല്ല ഹൈറ്റിൽ പൊങ്ങിയിട്ട് നമ്മൾ ആ ഒരു ബൗണ്ടറി ലൈനിന്റെ അകത്ത് തന്നെ വീഴാണ് ചാൻസ് കൂടുതലുള്ളത്. അതാണ് ആക്ച്വലി 3 വിക്കറ്റും സിമിലർ ആണ്. ഒരു പക്ഷേ ഒരു ബൗൾഡോ അല്ലെങ്കിൽ ഒരു LBW നടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ രീതിയിൽ സംസാരിക്കില്ലായിരുന്നു. പക്ഷേ വാട്ട് ഐ ഫീൽ, ബാറ്റിലേക്ക് എത്തുന്നില്ല ബോൾ. അതുകൊണ്ടാണ് രചിൻ രവീന്ദ്ര ഇറങ്ങി വന്ന് പുള്ളിനെ ഇന്ന് 2 6 അടിച്ചു. ആ ഒരു കാരണം ഇവര് ശിവം ദുബെ ആണെങ്കിലും ഋതുരാജ് ഗൈക്വാദ് ആണെങ്കിലും ദീപക് ഹൂഡെ ആണെങ്കിലും ക്രീസിൽ നിന്നുകൊണ്ടാണ് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ടൈമിങ്ങിന്റെ ആ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് അവർ ആ ഹിറ്റ് ചെയ്ത പവറിന്റെ പ്രശ്നമല്ല, ടൈമിങ്ങിന്റെ പ്യോർ ടൈമിംഗ് ഇഷ്യൂ കൊണ്ടാണ് അവർക്ക് ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. മേ ബി പുള്ളിനെ പിക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത്ര രീതിയിൽ പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അതായത് വിഘ്നേഷ് പുത്തൂരിന് ത്രൂ ഔട്ട് ദി സീസൺ ഈ രീതിയിൽ ഒരു വരുൺ ചക്രവർത്തിനെ പോലെ അല്ലെങ്കിൽ നൂർ അഹമ്മദിനെ പോലെ പെർഫോം ചെയ്യാൻ പറ്റുന്ന എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. എന്റെ ജസ്റ്റ് ഒരു തോന്നൽ മാത്രമാണ്, ഒരു പ്രഡിക്ഷൻ മാത്രമാണ്. കമ്മിങ് ബാക്ക് ടു സഞ്ജയ്, നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് മുംബൈയുടെ ബാറ്റിംഗിൽ ആക്ച്വലി പറയത്തക്ക പെർഫോമൻസ് ഒന്നുമില്ല. രോഹിത് ശർമ്മ ഡക്കായിട്ടാണ് ഇന്ന് ഔട്ടായിരിക്കുന്നത്. അതിനുശേഷം പുള്ളി വിഘ്നേഷ് പുത്തൂർ വന്നതോടെ പുള്ളി പുറത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആദ്യമായിട്ടാണ് നമ്മളത് കാണുന്നത്. മുംബൈ ടീമിലേക്ക് രോഹിത് ശർമ്മ വന്നതിന് ശേഷം പുള്ളി ജസ്റ്റ് ഒരു ഡക്കായിട്ട് ഔട്ട് ആവുന്നു. പിന്നെ ഫീൽഡിങ്ങിന് പോലും രോഹിത് ശർമ്മ വരുന്നില്ല. പുള്ളി ഭയങ്കര അഗ്രസീവായിട്ട് കുറെ പേരെ തെറി വിളിക്കുന്നതൊക്കെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. ഇന്ന് ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആയിരുന്നു. സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ഒരു 29-31 റൺസ് സ്കോർ ചെയ്തെങ്കിൽ പോലും അതൊരു ODI കൈൻഡ് ഓഫ് ഇന്നിംഗ്സ് ആണ്. ഒരു ഘട്ടത്തിൽ പോലും അവർ പ്രോപ്പറായിട്ട് ബൗണ്ടറി ഹിറ്റ് ചെയ്യാനോ മുന്നോട്ട് പോകാനോ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. ചഹർ വന്ന് ഒരു 28 റൺസ് സ്കോർ ചെയ്തപ്പോഴാണ് അവർ 154 എത്തിയത്. ഓൺ ദി അതർ സൈഡ് ചെന്നൈ നോക്കുവാണെങ്കിൽ അവരുടെ സ്ഥിരം ബാറ്റിംഗ് ഓപ്പണർ ആയിട്ടുള്ള ഋതുരാജ് ഗൈക്വാദും രചിൻ രവീന്ദ്രയും 2 പേരും ഹാഫ് സെഞ്ചുറി അടിച്ചു. അതുകൊണ്ട് മാത്രമാണ് ചെന്നൈക്ക് അറ്റ് ദി എൻഡ് എസ്കേപ്പ് ആവാൻ പറ്റിയിരുന്നത്, ഇൻ മൈ ഒപ്പീനിയൻ. കാരണം ത്രിപാഠിയും 2 റൺസിന് ഔട്ടായി. ഷിഹാബ് പറഞ്ഞ പോലെ തന്നെ ഹൂഡ, ശിവം ഡുബെ ആർക്കും ഡബിൾ ഡിജിറ്റ് കടക്കാൻ പറ്റിയിട്ടില്ല. മിഡിൽ ഓർഡർ നല്ല രീതിയിൽ എക്സ്പോസ് ആയി.
ഷിഹാബ് കഴിഞ്ഞ നമ്മുടെ ഒരു പ്രിവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഷിഹാബിന് ഒരു പേടി വന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് ശങ്കറിനെയും ദീപക് ഹൂഡേനെയും ത്രിപാദിനെയൊക്കെ ഒരുമിച്ച് ഇറക്കുമോ എന്നുള്ളത്. കാരണം അവരെ ഒരിക്കലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈവൻ ഒരു സോളിഡ് ലൈനപ്പ് ആണെങ്കിൽ പോലും, ഇന്ത്യൻ പ്ലേയേഴ്സ് ആണെങ്കിൽ പോലും അവരെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അവർ ചെന്നൈക്ക് വേണ്ടി കളിക്കും, നന്നായിട്ട് സ്കോർ ചെയ്യും എന്ന് തോന്നുന്നില്ല. ഒരു സായി സുദർശൻ കൊടുക്കുന്ന ഒരു സോളിഡിറ്റി അല്ലെങ്കിൽ രജത് പദ്യാർ കൊടുക്കുന്ന ഒരു സോളിഡിറ്റി അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അത് ഈ മാച്ചിൽ കണ്ടതാണ്. പിന്നെ രവീന്ദ്ര ജഡേജ പുറത്തായതിനു ശേഷം MS ധോണിയുടെ എൻട്രി. ഫസ്റ്റ് ഓഫ് ഓൾ പലരും പറയുന്ന ഒരു കാര്യമാണ് CSK ഫാൻസ് കാത്തിരിക്കുന്ന ധോണിയുടെ ഫിനിഷിങ്ങിനാണെന്നല്ല. ഒരിക്കലുമല്ല. CSK ഫാൻസ് ആഗ്രഹിക്കുന്നത് ധോണിയുടെ എൻട്രി ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ധോണി ഒരു 6 അടിക്കുമെന്നോ, ധോണി ഒരു 50 അടിക്കുമെന്നോ, അല്ലെങ്കിൽ ഒരു 200 സ്ട്രൈക്ക് റേറ്റിൽ ഒരു 40 റൺസ് സ്കോർ ചെയ്യുമെന്നോ എന്നൊന്നും CSK ഫാൻസ് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ചെന്നൈയുടെ മാച്ചിന് ടിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഹോൾ എൻറ്റയർ IPL സീസൺസിൽ ഏത് ടീം വേണമെങ്കിലും എടുത്ത് നോക്കിക്കോളൂ, അതിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു ടിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ബുദ്ധിമുട്ടാണെന്നുള്ളത് ഈവൻ നാഷണൽ ലെവൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. ബ്ലാക്കിൽ ടിക്കറ്റ് വെക്കുന്നതും ആൾക്കാർ 50,000 രൂപയും 60,000 രൂപ കൊടുത്ത് ടിക്കറ്റ് വാങ്ങുന്നത് മാത്രമല്ല, ദേ ആർ ട്രാവലിംഗ് ഫ്രം വൺ എൻഡ് ഓഫ് ദി കൺട്രി ടു ദി അതർ, ഈ ഒരു എൻട്രി കാണാനായിട്ട്. അതിനുവേണ്ടി മാത്രമാണ് ആ എൻട്രിയുടെ സമയത്ത് സ്റ്റേഡിയം ഇറപ്റ്റ് ആവുന്ന ആ ഒരു ടൈമിന് വേണ്ടി മാത്രമാണ് അവർ അത്രയും പൈസ മുടക്കി ട്രാവൽ ചെയ്യുന്നത്. ഓരോ മൊമെന്റ്സും അവർ എൻജോയ് ചെയ്യാണ്. അദ്ദേഹത്തിന് ഒരു ചിരി ആവട്ടെ, ഇന്നൊരു സ്റ്റംപിങ് നമ്മൾ കണ്ടു, ബോൾ കളക്ട് പോലും ചെയ്യുന്നില്ല. അത് എങ്ങനെയോ ബോൾ നേരെ വരുന്നു, ബൗൾഡ് ആയ പോലെ ഒരു ഫീൽ ആയിരുന്നു. അത്രയും റിഫ്ലക്സ് ആണ് ഈ ഒരു ഏജിലും, 44ാമത്തെ വയസ്സാണ് ഈ ജൂലൈയിൽ. പുള്ളിയുടെ ഓരോ ആക്ഷനും ഓരോ മൊമെന്റ്സും ആരാധകർ എൻജോയ് ചെയ്യാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് IPL ചെന്നൈ പിച്ച് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഒരു സ്പിൻ ഫ്രണ്ട്ലി പിച്ചാണ്. ലോ സ്കോറിംഗ് മാച്ചസ് ഒക്കെ ആയിരിക്കും കൂടുതൽ നടക്കുന്നത്. ബാറ്റേഴ്സ് എങ്ങനെയാണ് ആ ഒരു പിച്ചിനെ അനലൈസ് ചെയ്ത് ഒരു കാമായിട്ടും കൂളായിട്ടും ആ സിറ്റുവേഷൻ അനുസരിച്ച് കളിക്കുന്ന അനുസരിച്ച് മാത്രമായിരിക്കും ബാറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റുക. അങ്ങനെ ഒരു ഇന്നിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈയുടെ ഇന്നിങ്സ് അത്രയും വലിയൊരു അങ്ങനെ പ്രോപ്പറായിട്ട് പറയത്തക്ക ഒരു ഇന്നിങ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് കുറച്ച് ക്യാമിയോ, ദീപകിന്റെ ക്യാമിയോ ഒക്കെ ഉണ്ടായി. എന്നാൽ പിന്നെ സ്റ്റാർട്ടിങ്ങിൽ റിക്കട്ടിന്റെ ഒരു 2-3 ബൗണ്ടറീസ് വന്നു. വിക്കറ്റുകൾ പ്രോപ്പർ ഇന്റർവൽസിൽ വീഴുന്നത് കൊണ്ട് ഇവർക്ക് ഒരുപാട് റൺസ് എടുക്കാൻ പറ്റില്ല. എന്താ പറയാ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. നമ്മുടെ സ്പിന്നേഴ്സിനെ തുളയ്ക്കുന്ന ഒരു പിച്ചില് ബാറ്റേഴ്സിന് അത്രത്തോളം നമ്മളിപ്പോ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഋതുരാജും എങ്ങനെയാണ് രജിൻ രവീന്ദ്രയും കളിച്ചത്, സിറ്റുവേഷൻ അനുസരിച്ച് കളിച്ചത്. 2012 മുംബൈ ഇന്ത്യൻസ് ഒരു സീസണിന്റെ ആദ്യ മത്സരം അവര് അവസാനമായിട്ട് വിജയിക്കുന്നത് 2012. അതിനുശേഷം 13 തുടർച്ചയായ സീസൺസിലെ ആദ്യത്തെ മാച്ച് മുംബൈ ഇന്ത്യൻസ് തോൽക്കുകയാണ്. അതിൽ തന്നെ 2013 തൊട്ടാണ് മുംബൈ ഇന്ത്യൻസ് കപ്പടിച്ച് കൊടുക്കുന്നത്. 5 സീസണിൽ അവർ കപ്പടിച്ചു, ബാക്കി 8 സീസണിലും അവർക്ക് കപ്പടിക്കാൻ പറ്റിയിട്ടില്ല മുംബൈ ഇന്ത്യൻസിന്. രണ്ടാമത്തെ സ്റ്റാറ്റ്സ് എന്ന് പറയുന്നത് IPL 2021 സെക്കൻഡ് ലെഗ് തൊട്ട് CSK മുംബൈ ഹെഡ് ടു ഹെഡ് കോമ്പറ്റീഷനിലെ 7 ഗെയിംസ് ആണ് നടന്നിട്ടുള്ളത്. ഈ മാച്ച് ഉൾപ്പെടെ അതിൽ 6 മാച്ചസും വിജയിച്ചിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. IPL 2020 മുംബൈ വിജയിച്ചതിന് ശേഷം അവരുടെ ഡൗൺഫോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ വർഷം എങ്ങനെയാണെന്ന് എനിക്ക് കണ്ടറിയണം. ബുംറയുടെ അഭാവമുണ്ട്, ഹാർദിക് പാണ്ഡ്യയുടെ അഭാവം ഉണ്ടായിരുന്നു ഇന്ന് മുംബൈക്ക്. രജിന്റെ ഇന്നിങ്സിനെ പറ്റി ഒന്ന് പറയാനുണ്ട്. രജിൻ ആക്ച്വലി സ്റ്റാർട്ടിംഗ് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിരുന്നു. പക്ഷേ ദൂബെ, ഋതുരാജ് ഈ 2 വിക്കറ്റുകൾ ഇവിടെ പോകുന്നതിൽ പിന്നെ രജിൻ കളിച്ച കളി നല്ല സെൻസിബിൾ ആയിട്ടുള്ള, നല്ല മാനേജ് ചെയ്തിട്ടുള്ള, പ്രഷർ മാനേജ് ചെയ്തിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു. അയാൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. CSK എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു രജിനല്ല. പക്ഷേ ഈ പിച്ചിൽ ഇത് മതിയാകും. പുറത്ത് ഒരു അറ്റാക്കിംഗ് പ്ലെയറാണ് CSK ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്ന് ഋതുരാജ് വന്ന് കളിച്ച കളിയായിരുന്നു അൺഎക്സ്പെക്ടഡ് എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ ഇന്നിങ്സ് ആയിരുന്നു. ചിലപ്പോൾ അയാളുടെ ഈ മിഡിൽ ഓർഡറിലെ ഉപദ്രവമൊക്കെ പ്രതീക്ഷിച്ച് കളിച്ചതായിരിക്കണം ഇങ്ങനെ ഒരു ഇന്നിങ്സ്. ഇങ്ങനെ പ്രഷർ വരാനും ലാസ്റ്റ് ഔട്ട് ഗെയിം പോകാനും ചാൻസ് ഉണ്ടെന്ന് കരുതിയിട്ട് അതന്നെ ഏറ്റെടുത്ത് സ്വയം അറ്റാക്ക് ചെയ്ത് കളിക്കുകയായിരുന്നു. 4 ഫിക്സോ എന്തോ അടിക്കുന്നുണ്ട് അയാൾ. മുംബൈ ബോളിംഗ് സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ട് ആക്ച്വലി. ഈ ബുംറ വന്നു കഴിഞ്ഞാലും എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുള്ളതൊന്ന് കണ്ടുതരണം. പക്ഷേ ടീം മുംബൈ എത്രത്തോളം തപ്പുന്നു. ബുംറ 5 മത്സരത്തിലൊക്കെ മിസ്സിംഗ് ഉണ്ടെങ്കിൽ 5 മത്സരങ്ങളിൽ മുംബൈ എങ്ങനെ വിജയിക്കും എന്നുള്ളത് കണ്ടുതരണം. കാരണം സ്കൈ ഫോം ഔട്ട് ആണ്. സ്കൈ നല്ലോണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ചെന്നൈയിൽ മാത്രമല്ല, അടുത്ത മത്സരങ്ങളും ചിലപ്പം പക്കാ റോഡ് വന്നു കഴിഞ്ഞാൽ സ്കൈക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടാവും. മുംബൈ ബോളിംഗ് അത്ര എഫക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ബോൾട്ടിനെ പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇയാൾ കളിക്കുന്നുണ്ട്. ചഹാർ നല്ല രീതിയിൽ ബോൾ ഇടുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല എങ്ങനെ ഒരു ബോളിംഗ്. ഞാൻ അടി വാങ്ങുന്ന ചഹാറിനെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതർവൈസ് വേറെ കൂടുതലൊന്നും പറയാനില്ല ഈ മാച്ചിനെ പറ്റിയിട്ട്. അസ് യൂഷ്വൽ ഒരു മത്സരം കടന്നുപോയി. പിന്നെ ഹിസ്റ്ററി വെച്ച് പറയുകയാണെങ്കിൽ 2020 ശേഷം ചെന്നൈ മെച്ചപ്പെട്ടു വരുന്നുണ്ട്. അതിന്റെ മുന്നേ വരെയുള്ള കുറച്ച് 8 വർഷങ്ങളിൽ ഒരു 3 വർഷം മുംബൈ പക്കാ ഡോമിനേറ്റഡ് ആയിട്ടാണ് 3 സീസണുകൾ വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹെഡ് ടു ഹെഡിൽ ഡോമിനേഷൻ അവർ പോകുന്നത്. 2019 എഡിഷനിലെ 4 മാച്ചസ് മുംബൈ ആണ്. 4 മാച്ച് തോറ്റു. അതെ. അതിന്റെ ഒരു ഡോമിനേഷൻ ആണ് അഖിൽ. ഇത് അല്ലാതെ 20-18 അഖിൽ നല്ലൊരു ഹെഡ് ടു ഹെഡില് ഡോമിനേഷൻ ഒന്നല്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ. മുംബൈക്ക് ഇന്നൊരു പുതിയൊരു ബോളർ ആന്ധ്ര പ്രീമിയർ ലീഗ് കളിച്ചിട്ട് വന്നൊരു ആന്ധ്രയുടെ പ്ലെയർ ആണെന്ന് തോന്നുന്നു. ഒരു മീഡിയം പേസർ കളിച്ചിട്ടുണ്ട്, SN രാജു. അതെ. പുള്ളിക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ഇൻക്ലൂഷൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ച ഒരു ബോളർ എന്ന് പറയുമ്പോൾ അശ്വനി കുമാർ എന്ന് പറഞ്ഞൊരു ലെഫ്റ്റ് ആം പേസർ ഉണ്ടായിരുന്നു. പുള്ളി കുഴപ്പമില്ലാതെ ഒരു തിരക്കേടില്ലാതെ ബോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ആ ഒരു ഇൻക്ലൂഷൻ ഒരിക്കലും ഉണ്ടായില്ല. അത് എനിക്ക് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് തോന്നി. പക്ഷെ നമ്മുടെ ഇമ്പാക്ട് പ്ലെയർ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഇമ്പാക്ട് പ്ലെയർ ലിസ്റ്റിൽ ആൾറെഡി വിഘ്നേഷ് പുത്തൂറിന്റെ പേരും അതുപോലെ കരൺ ശർമ്മയുടെ പേരും കണ്ടപ്പോഴത്തേക്ക് ഇവരുടെ രണ്ടിൽ ഒരാൾ വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു.
പിന്നെ വിഘ്നേഷ് പുത്തൂറിനെ ഒരു മുംബൈയുടെ ഒരു രീതി അനുസരിച്ച് ഉറപ്പായിട്ടും വിഘ്നേഷ് പുത്തൂറിനാണ് ഞാൻ കൂടുതൽ ചാൻസ് കണ്ടത്. അതുപോലെ തന്നെയായിരുന്നു ഇമ്പാക്ട് പ്ലെയർ കറക്റ്റ് അവർ ചെയ്തു. പിന്നെ CSKയുടെ ഇമ്പാക്ട് പ്ലെയർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. കഴിഞ്ഞ സീസണിലൊക്കെ മുന്നേക്കുള്ള സീസണിലൊക്കെ റൈഡുവിനെയൊക്കെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് അവർ യൂസ് ചെയ്തത് തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പാക്ട് പ്ലെയേഴ്സ് ആയിരുന്നു. അപ്പോൾ ഈ മുംബൈയുടെ കാര്യം കുറച്ച് ഞെട്ടിച്ചു. ഈ ഒരു ലൈനപ്പിൽ ആ ഒരു പുതിയ ബോളർ വന്നത് അശ്വിനി കുമാർ ആയിരുന്നു ഞാൻ പ്രെഡിക്റ്റ് ചെയ്തത്. പക്ഷെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്റെ ഒരു മനസ്സിലുണ്ടായിരുന്നത് ബുംറ ഇല്ലാത്ത സാഹചര്യത്തിൽ ലെഫ്റ്റ് ഹാൻഡ് പേസർ ആയിരുന്നു. ബട്ട് വന്നിരുന്നെങ്കിലും ഇത്ര എഫക്റ്റീവ് ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല. ന്യൂ ബോളർ ആയതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് സംഭവിച്ചേക്കാം. ഇനി അവരുടെ മുംബൈ പിച്ചസിൽ അവർക്ക് കൂടുതൽ ഗുണം ഉണ്ടാക്കുമെന്നാണ് തോന്നുന്നത്. കൂടെ വളരെ ശോകമാണ് പറയുന്നത് കേട്ടിട്ടുണ്ട്. CSKയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പ്ലേയേഴ്സ് ഒക്കെ കുറച്ച് നന്നായിട്ട് കളിക്കുമെന്ന് പറയുന്ന ആളുകളുണ്ട്, കേൾക്കുന്നുണ്ട്. റഹാനെ തൊപ്പയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് കുറെ സീസണുകളിലൊക്കെ. ഇങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. റൈഡ് വന്നു. കൂടെ ഒരു നല്ലൊരു പ്ലെയർ ആണ്, ഒരു ബിഗ് ഹിറ്റിംഗ് പ്ലെയർ ആണ്. പുള്ളിയുടെ ഫോം തിരിച്ചെടുത്തു കഴിഞ്ഞാൽ CSKക്ക് ഒരു ഗുണം ഉണ്ടാവും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതുപോലെ ത്രിപാഠി ഓപ്പൺ ഇറക്കിയത് മേ ബി ഋതുരാജ് ഒരു കോൺഫിഡൻസ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. പ്രോപ്പറായിട്ട് നമ്മൾ ഡൊമസ്റ്റിക്കിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഋതുരാജ് പല പൊസിഷനിലായിട്ട് മാറി മാറി കളിക്കുന്നുണ്ട്. ഈവൻ 5ലും 6ലൊക്കെ വന്ന് എന്റെ ഓവേഴ്സിൽ തന്നെ കളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. 7ലോ 8ലോ എങ്ങനെ ഇറങ്ങിയിട്ട് കളിച്ചിട്ടുണ്ടോ ഒരു മാച്ച്? അതെ. ഋതുരാജ് എന്ത് കാണിച്ചത് അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. ഈ ത്രിപാഠി ഓപ്പണറാക്കി വിട്ടത് എനിക്ക് അത്ര നല്ല പേഴ്സണലി നല്ലൊരു ഫീൽ ആയിട്ട് തോന്നുന്നില്ല. അയാൾ വണ്ടവും കളിക്കട്ടെ, അല്ലെങ്കിൽ രജി മണ്ടവും കളിക്കട്ടെ, അതിൽ ഒന്ന് നടക്കണം. നല്ലൊരു പ്ലെയറോട് വേണം. ഋതുരാജ് ഓപ്പൺ തന്നെ വേണം. ഋതുരാജ് നമുക്ക് സ്റ്റാർട്ടിംഗ് ടു എൻഡ് ആൾ കളിക്കാൻ വേണം ഒരു എൻഡിൽ. നമുക്ക് CSKയുടെ പറയാൻ കഴിഞ്ഞാലും അൻഷുൽ കാംബോജ് പ്ലേയിങ് ഇലവനിൽ ഉണ്ടാവും എന്നുള്ള ഒരു പ്രഡിക്ഷൻ ഒരുപാട് ഉണ്ടായിരുന്നു. അൻഷുൽ കളിക്കാൻ ചാൻസ് കൂടുതൽ ഉണ്ടായിരുന്നു. ആ പ്രഡിക്ഷൻ വെറുതെ അനാവശ്യമായിട്ടുള്ള പ്രഡിക്ഷനാണ്. അൻഷുൽ കമ്പോജിന്റെ ആവശ്യമില്ല. മുകേഷ് ചൗധരിയും അൻഷുൽ കമ്പോജും നാഗർകോട്ടി ഈ 3 പ്ലെയറിന്റെ ആവശ്യം ചെന്നൈക്ക് ആ സിറ്റുവേഷൻ ഇല്ല. CSK പിച്ചസിൽ അവരുടെ ആവശ്യം ആവശ്യം കലീൽ അഹമ്മദ് മാത്രം മതി. ആസ് എ പേസർ ചെന്നൈക്ക് കലീൽ അഹമ്മദിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ പേസർ പറഞ്ഞ പോലെ മുംബൈ രാജുവിനെ ഇറക്കിയത് എനിക്ക് തോന്നുന്നു 1-2 ഓവർ കുറക്കാന്നുള്ള രീതിയിൽ ഇറക്കിയതാണ്. കാരണം അവർക്ക് ആവശ്യം ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്. ദീപക് ചാറും ബോൾട്ട് 8 ഓവർ എറിയും. ബാക്കി 12 അല്ലെങ്കിൽ 7 കൂടുതൽ ഓവർ എറിയാൻ ഇൻക്ലൂഡിംഗ് ഇമ്പാക്ട് പ്ലെയർ അവർക്ക് സ്പിന്നേഴ്സ് ഉണ്ട്. സാൻഡർ, വിൽജാക്സ്, വിഘ്നേഷ് പുത്തൂരി, നെമാന്തിറും ഉണ്ട്. 16 ഓവർ വരെയുള്ള ബോളേഴ്സ് അവർക്ക് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അവർ ഇറക്കാൻ കാരണം പരീക്ഷിച്ച് നോക്കാം എന്നുള്ള രീതിയിൽ ഇറക്കിയതാവും. മിക്കവാറും അടുത്ത സഞ്ജയ് പറഞ്ഞ പ്ലെയർ അടുത്ത മത്സരത്തിൽ ഇറങ്ങുന്നുണ്ടാവണം. മൂവിംഗ് ഓൺ ടു SRH വേഴ്സസ് RR മാച്ച്. IPL ഹിസ്റ്ററിയിൽ തന്നെ ഹയസ്റ്റ് ടോട്ടൽ സൺറൈസേഴ്സ് തന്നെയായിരുന്നു 287 റൺസ്. ഇന്ന് അവർ സ്കോർ ചെയ്തിരിക്കുന്ന റൺസ് 286 റൺസാണ്. ഒരു റൺ ഷോർട്ടാണ്. ഈ മാച്ച് ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചതാണ് സൺറൈസേഴ്സ് ആണ് ഈ മാച്ച് വിജയിക്കാൻ പോകുന്നത് എന്നുള്ളത്. കാരണം ഈ ഒരു സ്കോറിനെ കടക്കാനുള്ള ഒരു ബാറ്റിംഗ് നിര രാജസ്ഥാനിൽ തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളത് നമ്മൾക്കറിയാം. അതില് അവർക്ക് വേണ്ടി നല്ല രീതിയിൽ ബാറ്റ് ചെയ്തിരിക്കുന്നത് സഞ്ജു സാംസണും ധ്രുവ് ജുറേലും ആണ്. പ്രീവിയൂ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് ധ്രുവ് ജുറേല് അത്രയും പൈസ കൊടുത്ത് റീറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ള ഒരു ഒപ്പീനിയൻ എന്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ ധ്രുവ് ജുറേൽ ഇന്ന് ആക്ച്വലി പ്രൂവ് ചെയ്തു എന്തുകൊണ്ടാണ് പുള്ളിയെ അത്രയും പൈസ കൊടുത്ത് റീറ്റെയിൻ ചെയ്തെന്നുള്ളത്. സഞ്ജുവിന്റെ കൂടെ നല്ലൊരു ഇന്നിങ്സ് പുള്ളി കളിച്ചു. റിയാൻ പരാഗ് ഇന്ന് ഫ്ലോപ്പ് ആയിരുന്നു. അതേസമയം SRHലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇനി ഒന്നും പ്രൂവ് ചെയ്യാനില്ല. അഭിഷേക് ശർമ്മ എന്നൊരു ബാറ്റർ ഔട്ട് ആകുമ്പോഴേക്കും പുള്ളി ഒരു 11 ബോളിൽ ഒരു 30ഓളം റൺസ് ഓൾറെഡി സ്കോർ ചെയ്ത് കഴിഞ്ഞു. അതിൽ യാതൊരു സങ്കടവും ഫാൻസിന് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ വരാൻ പോകുന്നത് ഇതിനേക്കാളും വലിയ ഘടാഘടിയന്മാരാണ്. അതിനുശേഷം നമ്മൾക്കൊരു നല്ല രീതിയിൽ കളിക്കാൻ പറ്റുമോ എന്നൊരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ഇഷാൻ കിഷന്റെ കാര്യത്തിലാണ്. ഇഷാൻ കിഷൻ ഇന്ന് ആക്ച്വലി ഈ സീസണിൽ ആദ്യത്തെ സെഞ്ചുറി സ്കോർ ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടും മുംബൈക്ക് ഇന്നൊരു മോശം ദിവസമാണ്. ഇഷാൻ കിഷനെ വിട്ടുകൊടുത്തതിലും മുംബൈ നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ടായിരിക്കും. ഇഷാൻ കിഷന്റെ ബാറ്റിംഗ് ഫോം നല്ല രീതിയിൽ ഇന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഹെഡിന്റെ കാര്യം ഒന്നും പറയാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇന്ത്യൻ പിച്ചസിൽ ഹെഡ് എങ്ങനെയാണ് ബാറ്റ് ചെയ്യുന്നത് എന്നുള്ളത്, സൺറൈസേഴ്സിന്റെ കുപ്പായം അണിയുമ്പോൾ ഹെഡിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ സംസാരിച്ച് സമയം കളയാതിരിക്കുന്നതാണ് നല്ലത്. അവരുടെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ ആരും ഫ്ലോപ്പ് ആയി നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഹൈ സ്കോറിംഗ് ഗെയിം ആണെങ്കിൽ ഇപ്പോൾ ഒരു 1-2 പ്ലേയേഴ്സ് ചിലപ്പോൾ ഫ്ലോപ്പ് ആവാറുണ്ട്. അഭിഷേക് ശർമ്മ 24 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ 11 ബോളിലാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 218 ആണ്. ഹെഡിന്റെ സ്ട്രൈക്ക് റേറ്റ് 216. ഇഷാൻ കിഷന്റെ സ്ട്രൈക്ക് റേറ്റ് 225 ആണ്. 6 6 ആണ് ഇഷാൻ കിഷൻ അടിച്ചിരിക്കുന്നത്. നിതീഷ് കുമാർ റെഡ്ഡി പോലും 15 ബോളിൽ 30 റൺസ് സ്കോർ ചെയ്തു. വീണ്ടും 200 സ്ട്രൈക്ക് റേറ്റ്. ട്രാസൻ 14 പന്തിൽ 34 റൺസ് 242 സ്ട്രൈക്ക് റേറ്റ്. അനികേത് വർമ്മ 3 ബോളെ കളിച്ചുള്ളൂ, 7 റൺസ് സ്കോർ ചെയ്തു, 233 സ്ട്രൈക്ക് റേറ്റ്. അതായത് ആദ്യത്തെ 6 ബാറ്റേഴ്സും 200 ആണ് അവരുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്. ഇതിനു മേലെ ഒന്നും ഒരു ടീമിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഇതിനു മേലെ ഒന്നും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനു മുന്നേ നമ്മൾ ഇതുപോലൊരു പ്രകടനം കണ്ടിട്ടുള്ളത് RCBയിൽ ക്രിസ് ഗെയിൽ എങ്ങനെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നതാണ്, അല്ലെങ്കിൽ പഞ്ചാബിലെ മാക്സ്വെൽ എങ്ങനെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും ഡോമിനന്റ് ആയിട്ട് എല്ലാ ബാറ്റ്സ്മാൻ വരുന്നു, അടിക്കുന്നു, അവർ കുറച്ച് ബോൾസ് ഫേസ് ചെയ്യുന്നു, അവർ ഔട്ട് ആവുന്നു, പോകുന്നു, അടുത്ത ആൾ വീണ്ടും വരികയാണ്. അവിടെ ഒരു വിക്കറ്റ് വീണു എന്നുള്ള പ്രശ്നമൊന്നുമില്ല.
വരുന്നു, അടിക്കുന്നു, പോകുന്നു, അടിയോടടി എന്ന് നമ്മൾ പറയുന്നത്. വന്ന അടിച്ച ഔട്ടായിട്ട റിപ്പീറ്റ്, അടുത്ത ആൾ വരുന്നു, അടുക്കുന്നു, ഔട്ട് ആവുന്നു, റിപ്പീറ്റ്. ഇത് തന്നെയാണ് ആ ടീമിന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആറിന്റെ ബാറ്റിംഗ് സഞ്ജു മാത്രമാണ് നന്നായിട്ട് സ്കോർ ചെയ്തത്. 4 6 പുള്ളിന്റെ അടിച്ചു, 37 പന്തിൽ 66. പുള്ളിയുടെ റോള് പുള്ളി ഭംഗിയായിട്ട് ചെയ്തു. ധ്രുവ് ജുറേൽ സർപ്രൈസിംഗ് ആയിരുന്നു. ഫോർ മീ പേഴ്സണലി ധ്രുവ് ജുറേലിനെ ഇതുവരെ ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പുള്ളിയുടെ വിക്കറ്റ് കീപ്പിംഗ് സ്കില്ല് ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാറ്റിംഗിൽ പുള്ളി ഒന്ന് പ്രൂവ് ചെയ്ത് 35 പന്തിൽ 70 റൺസാണ് സ്കോർ ചെയ്തത്. 6 6 ആണ് പുള്ളി അടിച്ചിരിക്കുന്നത്. ഹെഡ്മയർ നമ്മളെല്ലാവരും നെറ്റി ചുളിച്ച ഒരു പ്ലെയർ ആണ്. 23 പന്തിൽ 42 റൺസ് സ്കോർ ചെയ്തു. ശുഭം ദുബെ രാജസ്ഥാന് വേണ്ടി നല്ലൊരു ക്യാമിയോ കളിച്ചു. 309 പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ്. 11 പന്തിൽ 34 റൺസ് എടുത്തു. ബട്ട് ഇറ്റ് വാസ് ടു ലേറ്റ്. അതിനപ്പുറത്തേക്കൊന്നും അവർക്ക് ചെയ്യാനില്ല. ജോഫ്ര ആർച്ചർ ഇന്ന് വഴങ്ങിയിരിക്കുന്നത് 4 ഓവറിൽ 76 റൺസാണ്. IPL ഒരു ബൗളർക്കും ഇത്രയും മോശം സ്റ്റാറ്റ്സ് ഇല്ല. തീക്ഷ്ണ 4 ഓവറിൽ 52 റൺസാണ് വഴങ്ങിയിരിക്കുന്നത്. 2 വിക്കറ്റ് എടുത്തു. സന്ദീപ് ശർമ്മ പൊതുവെ റൺസ് വിട്ടുകൊടുക്കുന്നതിൽ പിശുക്കനായിട്ടുള്ള ഒരാളാണ് സന്ദീപ് ശർമ്മ. 4 ഓവറിൽ 51 റൺസ് ഇന്ന് സന്ദീപ് ശർമ്മയും കൊടുത്തു. എന്നവരെല്ലാവരും അടി വാങ്ങിയിരുന്നു. ആകെ കുറച്ചെങ്കിലും അടി കുറവ് വാങ്ങിയത് നിതീഷാണ്. 1 ഓവറിൽ 9 റൺസ് കൊടുത്തതാണ്. IPL മോസ്റ്റ് അഗ്രിഗേറ്റ്, അതായത് 2 ടീമിന്റെയും സ്കോർസ് കൂട്ടി നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് വരുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് RCB കഴിഞ്ഞ വർഷം ബാംഗ്ലൂരിൽ വെച്ച് നടന്ന മാച്ചാണ്. 549 റൺസാണ് 2 ടീമും കൂടി ആ മാച്ചിൽ സ്കോർ ചെയ്തിരിക്കുന്നത്. രണ്ടാമത് വരുന്നത് ഇന്നത്തെ മാച്ചാണ്. മൂന്നാമത് വരുന്നതിലും സൺറൈസേഴ്സിന് കാര്യമായിട്ടുള്ള പങ്കുണ്ട്. 523 റൺസാണ് മുംബൈക്കെതിരെ ഹൈദരാബാദില് 2024 ടോപ്പ് അഗ്രിഗേറ്റ് സ്കോർ ആയിട്ടുള്ള 5 സ്കോർസ് നോക്കുകയാണെങ്കിൽ 5 സ്കോർസും അബോവ് 500 ആണ്. 5 സ്കോർസിൽ 4 സ്കോർ കഴിഞ്ഞ വർഷവും 1 സ്കോർ ഈ വർഷമാണ്. അതായത് T20 ഫോർമാറ്റ് തന്നെ മാറാൻ പോവാണ്. 240 പോലും, ഐ റിപ്പീറ്റ് 240 പോലും സേഫ് ആയിട്ടുള്ള ഒരു സ്കോർ അല്ല. ഇവിടെ ഹൈദരാബാദ് പിച്ചിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നമ്മള് പാകിസ്ഥാന്റെയൊക്കെ ഒരു ഹൈവേ പോലെ മാറിക്കൊണ്ടിരിക്കുകയല്ല, മാറിക്കഴിഞ്ഞു, ആൾമോസ്റ്റ് മാറിക്കഴിഞ്ഞു ഹൈദരാബാദ് പിച്ച്. അതുപോലെ അവരുടെ ബാറ്റിംഗ് ലൈനപ്പും ഇതുപോലെ ഹൈവേസിലൊക്കെ കൂടുതൽ ബാറ്റ് ചെയ്ത് അവർക്ക് ഫ്രീ ഫ്ലോയിങ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ആണ് അവരുടെ ലൈനപ്പിലുള്ളത്. അവരങ്ങനെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അവരുടെ പിച്ചിനനുസരിച്ച് ഒരു പ്രോപ്പർ പ്ലേയേഴ്സ് തന്നെയായിരുന്നു. ഒരു ഹെഡിൽ നിന്നോ അല്ലെങ്കിൽ ഒരു അഭിഷേകിൽ നിന്നോ ഒരു ഇന്നിങ്സ് അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്നൊക്കെ ഒരു ഇന്നിങ്സ് പ്രതീക്ഷിച്ചപ്പോഴാണ് കിഷന്റെ ഒരു സെഞ്ചുറി. ഹെഡ് നന്നായിട്ട് കളിച്ചു, പക്ഷെ അതൊക്കെ ഓവർ ഷാഡോ ചെയ്തത് കിഷന്റെ ആ ഒരു സെഞ്ചുറി തന്നെയാണ്. ഓവർ ഷാഡോ എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും വരുന്നവരെല്ലാം മറ്റേ ചുമ്മാ വന്നിട്ട് അടിക്കുകയാണ്. നമ്മളിപ്പം ഇന്നിപ്പം മുംബൈയുടെ പോലും ഒരു അറ്റാക്കിങ് അവർ ശ്രമിച്ചിട്ട് പോലും അവരുടെ വിക്കറ്റ് വീഴുന്നുണ്ട്. അത് പിച്ചിന്റെ ഒരു ഇതാണ്. ഇവരുടെ ഒരു ക്ലീൻ സ്ട്രൈക്കിംഗ് ആണ്. പലരും ഒരു ക്ലീൻ സ്ട്രൈക്കിംഗ് ആണ് കാണുന്നത്. അതായത് നിതീഷ് റെഡ്ഡിയൊക്കെ വന്നിട്ട് ഞാൻ വിചാരിച്ചില്ല ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് കളിക്കാൻ വരുന്നതൊക്കെ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ചിലപ്പോൾ ഫോം ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. പുള്ളി തന്നെ ഒരു നല്ലൊരു 2-3 ഷോട്ട്സ് കളിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഔട്ട് ആവുന്നത്. എനിക്കിതിനെ കുറിച്ച് നമ്മളിപ്പോ പറഞ്ഞ സമയത്തെല്ലാം പുള്ളി ഹിറ്റിംഗ് ആണ്. പ്രാക്ടീസ് മാച്ചസ് കളിച്ചു, നല്ല രീതിയിൽ കളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസസും കാര്യങ്ങളൊക്കെ കണ്ടു. അതുപോലെ തന്നെയാണ് പുള്ളി വന്നിട്ടും സെയിം ഇവരുടെ ഒരു മെന്റാലിറ്റി തന്നെ ഒരു അറ്റാക്ക് ചെയ്യുക. ഷമി ഒരു ഫോമിലല്ല, അത് നമ്മൾ ഇന്നലെ പ്രിവ്യൂവിൽ പറഞ്ഞതാണ്. ഷമിയുടെ ഒരു ഫോം കൺസേൺ ആണ്. അതുപോലെ ഹർഷൽ പട്ടേൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം. എന്നാലും ഒന്നെങ്കിൽ പിച്ചിന്റെ പ്രശ്നമായിരിക്കാം. ഹർഷൽ പട്ടേൽ ഷമിയെക്കാട്ടിൽ കുറച്ചുകൂടെ നന്നായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ബൗളേഴ്സിനെ പറയുന്നതിന് നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് ഒരിക്കലും അവരുടെ ബൗളിംഗ് ലൈനപ്പ് ശോഭെന്ന് പറയുന്നത് തന്നെ കാര്യമൊന്നും തോന്നുന്നില്ല. കാരണം പാറ്റ് കമ്മിൻസിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് 20 റൺസ് കൊടുത്തിട്ടാണ് ഓവറിൽ. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയ ബോളറായിട്ട് പോലും. അല്ല, അങ്ങനെ ഒരു പിച്ചാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ബോളേഴ്സിനെ ഒരുപാട് നമുക്ക് കുറ്റം പറയാൻ ഇതിൽ പറ്റില്ല. ഞാൻ പ്രതീക്ഷിച്ചത് സാമ്പ പോലും ഒരു 1-2 ഓവർ സാമ്പ ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്യുമെന്ന് വിചാരിച്ചു. ഇവൻ അവിടെ പോലും അവര് നല്ലൊരു ജുറലും സാംസണും അടിച്ചു. 2 ടീമും സ്കോർ ചെയ്തു. നമുക്കിപ്പം ഒരു ടീമിന്റെ ബാറ്റിംഗ് പലരും പറഞ്ഞതെന്ന് വെച്ചാൽ രാജസ്ഥാന്റെ ഒരു ബാറ്റിംഗ് ആ ടോപ്പ് 5 ഇന്ത്യൻ പ്ലേയേഴ്സ് ആണ്, പെർഫോം ചെയ്യാൻ ചാൻസ് കുറവാണെന്ന് പറഞ്ഞു. പക്ഷേ ഫസ്റ്റ് മാച്ചിൽ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ജുറലോ പരാഗോ അല്ലെങ്കിൽ നിതീഷ് റാനെ ആരെങ്കിലും ഒരാൾ മിഡിൽ ഓർഡറിൽ കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല റൺസ് ഉണ്ടാക്കാൻ പറ്റും. നിതീഷ് റാനെ ഫോമിലല്ലാതെ തോന്നുന്നു. ഫോമിലാണെങ്കിൽ കുറച്ചുകൂടെ അവരുടെ ബാറ്റിംഗ് കുറച്ചുകൂടെ എക്സ്പ്ലോസീവ് ആയിരിക്കും. അവരുടെ സ്കോറിംഗ് നിതീഷ് റാനയുടെ ഒരു ഇന്നിങ്സ് നമുക്ക് അറിയാമല്ലോ. 90-0 എന്നുള്ള കൺസിസ്റ്റൻസി ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പുള്ളിയാണ് നിതീഷ് റാണ. അപ്പം പിന്നെ പറയത്തൊക്കെ പുതിയതായിട്ട് വന്ന ശുഭം ഡുബെ അവരുടെ ഇന്നിങ്സ് ഒക്കെ. അപ്പൊ അവർക്കൊരു ബാറ്റിങ്ങിന് ഒരു പ്രോപ്പർ സാധനമുണ്ട്. ജുറലിന് അങ്ങനെ ഒരു നീണ്ട ഇന്നിങ്സ് കളിക്കേണ്ടതൊന്നും IPL ഉണ്ടായിട്ടില്ല. ഇന്നാണ് എനിക്ക് തോന്നുന്നു പുള്ളി കുറച്ച് കൂടുതൽ സമയം കിട്ടിയത്. പുള്ളി അത് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തത്. പുള്ളിയുടെ ടാലന്റ് അതാണ്. പുള്ളി അങ്ങനെ ഇന്നിങ്സ് കളിക്കും എന്നുള്ളത് ഷുവറാണ്. പക്ഷേ ആദ്യത്തെ മാച്ചിൽ തന്നെ അങ്ങനെ അവസരം കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് ഫസ്റ്റ് ബാറ്റിംഗ് ആയിരുന്നെങ്കിൽ ചിലപ്പം പറയാൻ പറ്റില്ലായിരിക്കും. ഇത്രയും ബോൾസ് ഒന്നും ജുറലിന് കളിക്കേണ്ടി വരുമായിരുന്നില്ലായിരിക്കാം. ഇത്രയും വലിയൊരു സ്കോർ ചേസ് ചെയ്തുകൊണ്ടാണ് എന്റെ അഭിപ്രായത്തിൽ ജുറലിന് നേരത്തെ ഇറങ്ങാൻ പറ്റിയതും പുള്ളിയുടെ ഒരു കാലിബർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതും. പുള്ളി ഒരു നല്ല ഇന്നിങ്സ് കളിക്കാൻ പറ്റും, ഒരു ലോങ് ഇന്നിങ്സ് അല്ലെങ്കിൽ ഒരു ബിഗ് ഇന്നിങ്സ് മിഡിൽ ഓവേഴ്സിൽ കളിക്കാൻ പറ്റും എന്ന് നമുക്ക് കാണാൻ പറ്റിയത്.
ഇന്നത്തെ മത്സരത്തിലോട്ട് വരുമ്പോൾ മത്സരം നടക്കുന്നത് ഹൈദരാബാദിലാണ്. SRH ടീമാണ്, നല്ല രീതിയിൽ എക്സ്പ്ലോസീവ് ബാറ്റേഴ്സ് കുറേയുള്ള ടീമാണ്. സോ അവരുടെ ബാറ്റിങ്ങിനെ കുറിച്ച് ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ആകെ ചർച്ച ചെയ്യേണ്ടത് ഇഷൻ കിഷൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുള്ള. സ്റ്റിൽ അത് ഫ്ലാറ്റ് പിച്ചാണ്, പക്ക റോഡാണ്. ആ റോഡിൽ ഇഷൻ കിഷൻ ഫോം ആയതിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയില്ല, കാരണം ആ റോഡുകളിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളാണ്. ഇന്ത്യക്ക് വേണ്ടി പോലും ഈവൻ 200 ഒക്കെ അടിച്ചിട്ടുണ്ട് ODIയിൽ. എനിക്ക് തോന്നുന്നു അവരുടെ ബാറ്റിങ്ങിനെ കുറിച്ച് ഹൈദരാബാദിൽ നടന്ന മാച്ച് ആയതുകൊണ്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. രാജസ്ഥാന്റെ ബാറ്റിങ്ങിലോട്ട് വരാം. രാജസ്ഥാന്റെ ബാറ്റിങ്ങിൽ ഇന്നത്തെ മത്സരത്തിൽ സംഭവിച്ചത് നോക്കണ്ട. ഇന്നത്തെ മത്സരത്തിൽ ശരിക്കും അവർക്ക് മിസ് ചെയ്തത് 1-2 മിനിമം നല്ല 2 ഫോറിൻ ഹിറ്റേഴ്സ് അവർക്ക് ഉണ്ടായില്ല എന്നുള്ള. ഈ ഇന്ത്യൻ ബാറ്റേഴ്സിന് 288 ചേസ് ചെയ്യുമ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ട്, അത് പോസിബിൾ അല്ല, അത് കുറച്ച് ഇമ്പോസിബിൾ ആണ്. അവർക്ക് നല്ല 2 ഹിറ്റേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ചേസ് പോസിബിൾ ആയിരുന്നു. അത്രയും റോഡാണ്, പക്ക റോഡ് എന്ന് പറഞ്ഞാൽ റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ബോളേഴ്സിന്. ആർഷൽ പട്ടേൽ മാത്രമാണ് നല്ല രീതിയിൽ ബോൾ തന്നിരുന്നത്. ജോഫ്ര ആർച്ചറൊക്കെ എന്താ വരുന്ന ബോൾ, നിൽക്ക് തോന്നുന്ന അയാൾ റോഡ് അല്ലെങ്കിൽ അയാൾ മോശം റിവ്യൂ IPL ഒരു ഫീൽ ഇല്ല, അയാൾ മോശം രീതിയിലാണ് പന്തരുന്നത്, അത് സിമ്പിൾ ആയിട്ടാണ് പിക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ജയ്സ്വാള് നല്ല രീതിയിൽ സ്റ്റാർട്ട് കൊടുക്കേണ്ടിയിരുന്നു, രാജസ്ഥാന് വിജയിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. ആ 3 വിക്കറ്റ് പെട്ടെന്ന് പൊടുന്നനെ പോയി പിന്നെ അവർക്ക് ചെയ്യുന്നതിന് സഞ്ജു ആയാലും ചുറലായാലും ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്, പരിധി ഉണ്ട്. 240 എത്തുന്നത് ലാസ്റ്റ് ശുഭൻ ഡൂബയും ഹിറ്റ്മേയറും ലാസ്റ്റ് 3 ഓവറിൽ 2 ഓവറിൽ അങ്ങനെ തൂക്കുന്നതുകൊണ്ട് മാത്രം 250, അല്ലെങ്കിൽ 60+ റൺസിന് തോൽക്കേണ്ട മത്സരമായിരുന്നു. അപ്പോൾ രാജസ്ഥാന്റെ ബാറ്റിംഗ് ഇന്നത്തെ മത്സരത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല, ഇത് ഹൈദരാബാദിന്റെ റോഡിലായിരുന്നു മാത്രം സംഭവിച്ചതാണ്. പക്ഷേ ഇനിയും റോഡുകൾ വാങ്കട അല്ലെങ്കിൽ അങ്ങനത്തെ റോഡ് ഈഡൻ ഇന്നത്തെ പിച്ചുകളിൽ ചിലപ്പോൾ അവർക്ക് ഈ ഫോറിൻ ബാറ്ററുടെ അഭാവം ചിലപ്പോൾ അവരെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അത് ജയ്സ്വാൾ മാറ്റിയെടുക്കുകയാണെങ്കിൽ രാജസ്ഥാൻ നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ആ പോയിന്റ്സ് ഒക്കെ നഷ്ടപ്പെടും. രാജസ്ഥാന്റെ ബോളിംഗ് ആയാലും സൺറൈസേഴ്സിന്റെ ബോളിംഗ് ആയാലും ഇന്നത്തെ മത്സരത്തിൽ റോഡായതുകൊണ്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ പോലും അവരുടെ ബോളിംഗ് നല്ലതായിട്ട് തോന്നുന്നില്ല. 2 ടീമിന്റെയും ബോളിംഗിൽ ലൂപ്പോൾസ് നല്ല രീതിയിലുണ്ട്. ബാക്കിയുള്ള മത്സരങ്ങൾ വന്നാലേ നമുക്ക് അത് കറക്റ്റ് പ്രഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനോ പറ്റുള്ളൂ. ഇന്നത്തെ ഈ റോഡിൽ കാണുന്ന ബോളിംഗ് പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ എത്രത്തോളം അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയില്ല. കറന്റ് സെറ്റപ്പ് വെച്ചിട്ട് 2 ടീമിന്റെയും ബോളിംഗ് മോശമായി പോകുന്നുണ്ട്. ഇന്നത്തെ മത്സരം ഡൽഹി ക്യാപിറ്റൽസും ലക്നൗ സൂപ്പർ ജയൻസും തമ്മിലാണ്. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയാലോ, മാനേജ്മെന്റ് ഇഷ്യൂസ് കാരണം ഒരു പ്ലെയർ അങ്ങോട്ട് പോയി, അവിടുന്ന് ഒരു പ്ലെയർ ഇങ്ങോട്ട് വന്നു. 2 പ്ലെയറിന്റെയും കംപ്ലൈന്റ് മാനേജ്മെന്റ് ഇഷ്യൂ എന്നായിരുന്നു. 2 പേരും കറക്റ്റ് സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. അവർ തമ്മിലാണ് കൊമ്പ് ഓർക്കുന്നത്. 2 പേരും വിക്കറ്റ് കീപ്പേഴ്സ് ആണ്. ഒരാള് ടെസ്റ്റ് വിക്കറ്റ് കീപ്പർ, ഒരാള് ODI വിക്കറ്റ് കീപ്പർ. രാഹുലും പന്തിന്റെയും മത്സരമാണ് ഇനി കാണാനുള്ളത്. ഞാൻ കാത്തിരിക്കുന്ന മത്സരം എന്ന് പറയുന്നത് KL രാഹുൽ വേഴ്സസ് സഞ്ജീവ് ഗോയങ്ക. ഇതില് KL രാഹുൽ വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. KL രാഹുൽ നല്ലപോലെ കളിച്ചിട്ട് ഗോയങ്കയുടെ ടീമിനെ തോൽപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡൽഹി ക്യാപിറ്റൽസ് വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദേവ് പറഞ്ഞതിനോടാണ് എനിക്ക് അനുകൂലിക്കാനുള്ളത്. രാഹുൽ ജയിക്കാനാണ് ചാൻസ് ആസ് എ പേപ്പർ സ്കോഡ് വെച്ചിട്ട്. അതർവൈസ് ഒരു ചേസിംഗ് ഒക്കെ വരികയാണെങ്കിൽ നിക്കോളാസ് പൂരൻ, ഋഷഭ് പന്ത്, മില്ലർ 3 പേര് നല്ല കാലിബറുള്ള പ്ലേയേഴ്സ് ആണ്. 2 പ്ലേയേഴ്സ് നല്ല രീതിയിൽ എക്സെപ്ഷണൽ പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ ചേസിംഗ് ആണെങ്കിൽ LSTക്ക് ചാൻസ് ഉണ്ട്. അതർവൈസ് ഡൽഹി പക്ക കിടിലൻ ടീമാണ്, ബോളിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും അത്യാവശ്യം നല്ലൊരു സ്കോഡ് ഉണ്ട്. അത്രയും കിടിലൻ ടീം എന്നല്ല, കമ്പയർ ടു LST ഫാർ ബെറ്റർ ആണ്. അപ്പോൾ ഞാൻ മുൻഗണന കൊടുക്കുന്നത് LST ടീമിനാണ്. LSTക്ക് അല്ല, DCക്ക്. ഡൽഹിക്ക് ചേസ് വരികയാണെങ്കിൽ ഡൽഹിക്ക് പരാജയപ്പെടാനുള്ള ഒരു ചാൻസ് ചെറുതായിട്ട് കാണുന്നുണ്ട്, കാരണം അവരിലെ 3 ബാറ്റേഴ്സ് LSTയിൽ നല്ല ബാറ്റേഴ്സ് ഉണ്ട്. നാളെ രാഹുലിന്റെ ഒരു വിജയം കാണാനാണ് നമ്മൾ ഇരിക്കുന്നത്. രാഹുൽ പെർഫോം ചെയ്ത് ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. LST ഓണർക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം പുള്ളിക്ക്. പേഴ്സണലി പരസ്യമായിട്ട് അപമാനിച്ചതിൽ എതിർപ്പുണ്ട്, പക്ഷെ അതങ്ങനെ ചെയ്യാൻ റീസൺസ് ഉണ്ട്. ആ റീസൺ ഉണ്ടാവില്ല. അത് ഏതൊരു ടീം ഉടമയും ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് പരസ്യമായിട്ട് ഇത്രയും ക്യാമറകൾ നോക്കി നിൽക്കെ അവിടെ ഒരു പ്ലെയറിനെ ഒരു നാണം കെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, തരം താഴ്ത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മുടെ എല്ലാവരുടെ ഒപ്പീനിയൻ. വി ആർ ഹോപ്പിംഗ് KL രാഹുൽ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ട് അവരെ വിജയിപ്പിക്കും എന്ന് തോന്നുന്നു. ഈ ഒരു മത്സരം KL രാഹുലിന് വിജയിച്ചേ പറ്റുള്ളൂ. എന്തുമാത്രം പുള്ളി സ്കോർ ചെയ്യും, പുള്ളി ചിലപ്പോൾ ഈ റിവെഞ്ച് ഒക്കെ ഓർത്തിരിക്കുന്നുണ്ടോ, അത് വെച്ച് കളിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഇതൊക്കെ നമ്മുടെ ഫാൻസുകാർ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് പോയിന്റ്സ് ടേബിളിന്റെ കാര്യം ഇപ്പൊ സംസാരിക്കേണ്ട കാര്യമില്ല. സ്റ്റിൽ SRH ആണ് ടോപ്പിൽ നിൽക്കുന്നത്. 2.2 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. 2.1 ആയിട്ട് RCB തൊട്ട് പുറകിലുണ്ട്. CSK 0.4 ആയിട്ട് മൂന്നാമതാണ്. നാളത്തെ മാച്ച് ഒരു 2 ദിവസം കൂടി കഴിയുമ്പോഴേക്കും എല്ലാ ടീമിനും ഒരു മാച്ചസ് കഴിയും. അപ്പോഴാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയിന്റ്സ് ടേബിൾ അനാലിസിസിലേക്ക് നമ്മൾ കടക്കുക. പേഴ്സണലി എനിക്ക് ഇന്നത്തെ മത്സരത്തിലെ SRH രാജസ്ഥാൻ മത്സരം ഗ്രൗണ്ടിനെ കുറിച്ച് ഒരു നെഗറ്റീവാണ് പറയാനുള്ളത്. അങ്ങനത്തെ ഗ്രൗണ്ടുകൾ IPL റോഡാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊരു ചർച്ച ചെയ്ത് ആരും മാറ്റം വരണം. ഇങ്ങനെയുള്ള ഗ്രൗണ്ടുകൾ ഒരിക്കലും T20 എന്ന ഗെയിമിന് ഗുണകരമായിട്ട് മാറില്ല. ഓക്കെ, അക്സെപ്റ്റിംഗ് ഇത് ഇവരുടെ അപ്രോച്ച്, ഹെഡ് ആയാലും അഭിഷേക് ആയാലും ഒരു അപ്രോച്ച് എന്താണ് അക്സെപ്റ്റബിൾ ആണ്. പക്ഷെ ഇത് വന്നവരും കണ്ടവരും ഒക്കെ അടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുക്കുന്ന ഗ്രൗണ്ട് ഒരു നല്ലതായിട്ട് T20 ക്രിക്കറ്റിനെ കുറിച്ച് നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ശരി, പേഴ്സണലി എനിക്കും അത് തന്നെയാണ് ഒപ്പീനിയൻ. അത് ഇങ്ങനെ ഒരു ഗ്രൗണ്ട് വേണ്ട. നമുക്ക് ആൾറെഡി ഒരുപാട് ഇതുണ്ട്. ഇമ്പാക്ട് പ്ലെയർ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബാറ്റിംഗിൽ ആണെങ്കിൽ പോലും ഒരുപാട് യൂസ്ഫുൾ ആവുന്നുണ്ട്.
അതൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇത്രയും റോഡാക്കേണ്ട കാര്യം ഇല്ലെന്ന് തോന്നുന്നു. ഒരു റൂമർ കേട്ടിരുന്നു കഴിഞ്ഞ വർഷം ജയ്ഷ എല്ലാ ടീമുകളോടും ബാറ്റിംഗ് ഇതിന് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞു. അത് SRH നല്ല രീതിയിൽ ആക്കി. ചെന്നൈ കഴിഞ്ഞ വർഷം റോഡായിരുന്നു, സ്പിന്നിന് അതിന് അനുകൂലമല്ലായിരുന്നു. ഇപ്രാവശ്യം വീണ്ടും സ്പിന്നിന് അനുകൂലമാക്കി മാറ്റി. പക്ഷെ സ്റ്റിൽ ചെന്നൈയിൽ 160 ഒക്കെ സ്കോർ വരുന്നുണ്ട്. ഇത് 170 ഒക്കെ അക്സെപ്റ്റബിൾ ആണ്. 120 110 ഒക്കെ വരുമ്പോൾ നമുക്ക് പ്രശ്നം വരുന്നുണ്ട്, അത്രയും മോശമാകുമ്പോൾ. ശരി, 280 290 ഒക്കെ അടിക്കുന്ന ഗ്രൗണ്ടുകൾ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ആ ഗെയിമിനോടുള്ള ഒരു ഇഷ്ടം കുറഞ്ഞു പോകും. അതാണ് പേഴ്സണൽ ഫീൽ. അത് പലർക്കും പലതായിരിക്കും. ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഹൈ സ്കോറിംഗ് മാച്ചസ് ആണ് അവർക്ക് വേണ്ടത്. കണ്ടിന്യൂസ് 6s and 4s. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ രവിചന്ദ്രൻ അശ്വിന്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അതിൽ പ്രസന്ന എന്ന് പറഞ്ഞ ഒരാൾ വരാറുണ്ട്, പീഡോഗ്. പുള്ളി അശ്വിനോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്: ഒരേ മാച്ചില് വിരാട് കോഹ്ലി ഒരു 70 പന്തിൽ 102 റൺസ് സ്കോർ ചെയ്യാണ്. അശ്വിൻ ഒരു 4 ഓവറിൽ ഒരു 18 റൺസ് വഴങ്ങിയിട്ട് 6 വിക്കറ്റ് എടുക്കുകയാണ്. ഒരു IPL മാച്ചിലാണെന്ന് ആലോചിക്കണം. 6 വിക്കറ്റ്സ് എടുക്കുകയാണ് 18 റൺസ് വഴങ്ങിയിട്ട്. ഏതായിരിക്കും ആരാധകർക്ക് കാണാൻ ഇഷ്ടമുണ്ടാവുക എന്നൊരു ചോദ്യം അശ്വിനോട് ചോദിക്കേണ്ടായി. അശ്വിന് വേറെ ഒപ്പീനിയൻ ഇല്ല. വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി കാണാനാണ് ആൾക്കാർ വരുന്നത്. അവർക്ക് ബാറ്റിംഗ് മാത്രം മതി. ഈവൻ നമ്മൾ ക്രിക്കറ്റ് ഗ്രൂപ്പ്സിൽ നോക്കുകയാണെങ്കിൽ പോലും ഒരു ലോ സ്കോറിംഗ് ത്രില്ലർ വരുമ്പോഴേക്കും ഈ മാച്ച് എന്താ ഇങ്ങനെ, ഈ പിച്ച് എന്താ ഇങ്ങനെ, പിച്ചിനെ കുറിച്ച് കുറ്റം പറയാണ്. ഇതെന്താ ഇങ്ങനെ, ഇത്രയും മോശം പിച്ചാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതേ ആരോപണം ഓസ്ട്രേലിയൻ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യൻ സ്പിൻ പിച്ചസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് 2 പിച്ചസ് ആണ് എക്സ്പോസ് ആയിട്ടുള്ളത്. ഒന്ന് ഹൈദരാബാദിന്റെ പിച്ച്, റോഡ് പിച്ചാണെന്നുള്ളത്. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, അതാത് ടീം അവരവരുടെ റിസോഴ്സസ് വെച്ച് അവർക്ക് അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു പിച്ച് ഒരുക്കുന്നുണ്ട്. പക്ഷേ കണ്ടിന്യൂസ്ലി കഴിഞ്ഞ 2 വർഷം നോക്കുകയാണെങ്കിൽ ഹൈ സ്കോറിംഗ് T20 ഒന്നുമല്ല, ബൗളേഴ്സ് ഒന്നുമല്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഹൈദരാബാദിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, അഗ്രിഗേറ്റ് ആയിട്ട് വരുന്ന രണ്ടാമത് നടന്നിരിക്കുന്നത് ബാംഗ്ലൂരിലാണ്. പിന്നെ അതേപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇതൊന്നും ബാംഗ്ലൂർ പിന്നെ അക്സെപ്റ്റബിൾ ആണ് കേട്ടോ. ബാംഗ്ലൂർ കൊൽക്കത്തയുടെ ഗ്രൗണ്ടാണ് ചെറുതാക്കുന്നത്. അവർ നല്ല രീതിയിൽ ഗ്രൗണ്ട് ഭയങ്കരമായിട്ട് ചെറുതാക്കുന്നുണ്ട് അവര്. കാരണം ഇതാണ് ബിസിനസിന് വേണ്ടിയിട്ടാണ്. ആൾക്കാരെ ആകർഷിക്കണമെങ്കിൽ ഒരുപാട് 6ഉം 4ഉം വേണം. ഇതാണ് അതിന്റെ ഒരു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജയ്ഷ അങ്ങനെ ഒരു കാര്യം മാക്സിമം ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നല്ല രീതിയിലാണ്. ഇതിൽ ആര് കപ്പടിക്കുന്നു, ഇതൊക്കെ ഫാൻസിനെ സംബന്ധിച്ച് നമ്മളൊരു ഫാൻ ഫൈറ്റ് നടത്തും. ഇന്നാൾക്ക് ഇത്ര കപ്പുണ്ട്, ഇന്നാൾ ഇത്ര റൺസ് സ്കോർ ചെയ്തുള്ളൂ. പുറത്ത് നടക്കുന്ന ഒരു ലോകത്തിന് ഇതിന്റെ ഒരു വലിയൊരു ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ അവർക്ക് എത്ര വ്യൂവർഷിപ്പ് ഉണ്ടായി, എത്ര അഡ്വർടൈസ്മെന്റ് നടക്കുന്നുണ്ട്, എത്ര ആൾക്കാർ എത്ര സ്കോർ ചെയ്തു എന്നൊക്കെയാണ് അവർ നോക്കുന്നത്. പോലും ധോണിയുടെ ഇംഗ്ലീഷ് നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ട്. ചെന്നൈ ടീമിലെ ഇംഗ്ലീഷ് ഈവൻ CSK പോയി CSK കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയല്ലേ. BCCI കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇത് നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ട്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ധോണിയൊന്നും ഇല്ലാത്ത ഒരു IPL എത്രമാത്രം ബിസിനസ് ഉണ്ടാക്കുന്നുള്ളത് കണ്ടറിയണം ഇനിയിപ്പോ പോവാണെന്ന്. കാരണം ഇവരേക്കും രാഹുൽ ഉണ്ടെങ്കിലും പന്ത് ഉണ്ടെങ്കിലും ആരൊക്കെ ഉണ്ടെങ്കിലും, ഋതുരാജ് ഗെയ്ക്വാദ് ഉണ്ട്, രജത് പടിദാർ ഉണ്ട്, ശ്രേയസ് അയ്യർ ഉണ്ട്, ഒരു സെക്കൻഡ് ഓർ തേർഡ് ജനറേഷനിലേക്ക് ക്യാപ്റ്റൻഷിപ്പ് മാറിക്കഴിഞ്ഞു, ടീമും മാറിക്കഴിഞ്ഞു. പക്ഷേ ഇവരുടെ ഒരു ലെഗസി, ഇവർക്കുണ്ടായിരുന്ന ഒരു സ്വാഗ്, ഇവർക്കുണ്ടായിരുന്ന ഒരു ഹീറോയിസം ഈ പറഞ്ഞ പ്ലേയേഴ്സിൽ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയണം. അതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ഫാൻ ഫൈറ്റ് അല്ലെങ്കിൽ ഫാൻ ഫോളോവിങ് അത് നല്ല രീതിയിൽ കുറയും. അത് ക്രിക്കറ്റിൽ മാത്രമല്ല, ഫുട്ബോൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഈ ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ, അവരുടെ ഫാൻസിന് ശേഷം ബാക്കിയുള്ള താരങ്ങൾക്ക് എത്ര ഫാൻസ് ഉണ്ടെന്നുള്ളത് ചർച്ച ചെയ്താൽ തന്നെ വളരെ കുറവായിരിക്കും. ആ ഒരു പ്രശ്നം ക്രിക്കറ്റിൽ ഉണ്ടാവും. പക്ഷേ ബിസിനസ് നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രിക്കറ്റിന് ഇന്ത്യയിൽ അത്രയും ഒരു വൈകാരികത ഉള്ളതുകൊണ്ട് തന്നെ ബിസിനസ് നടക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഫാൻ ഫോളോവിങ്ങും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഈ ഒരു ലെഗസി മുക്കാൻ പറ്റിയ പ്ലേയേഴ്സ് ഒന്നും ഇല്ല കറന്റ്. അതാണ് നമുക്ക് ഇന്നത്തെ 2 മാച്ചസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. സോ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ എക്സ്പേർട്സ് ഒന്നും അല്ല. നമ്മൾ കുറച്ച് കൂട്ടുകാർ ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. നമ്മുടെ പ്രീവിയസ് വീഡിയോസിനൊക്കെ നല്ല റെസ്പോൺസ് ആണ് വന്നിട്ടുള്ളത്. മാക്സിമം നിങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. പുതിയ ആൾക്കാരെയും വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ 3 പേര് മാത്രമല്ല, പുതിയ ആൾക്കാരും വരണം നമുക്ക് ആഗ്രഹമുണ്ട്. പലർക്കും ബിസി ഷെഡ്യൂളാണ്, കറക്റ്റ് സമയത്ത് നമുക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. സ്റ്റിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നതായിരിക്കും ത്രൂ ഔട്ട് ദി IPL സീസൺ. സോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കണം. സോ ഷെയർ ദിസ് വീഡിയോ, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, ആൻഡ് താങ്ക് യു സോ മച്ച് for watching this video.